സംസാരിക്കണമേ, വചനത്തിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആലോചനകൾ നൽകി തന്ന് ഞങ്ങളെ ബലപ്പെടുത്തി ശക്തീകരിച്ച് മടക്കി നാമം മാത്രം മടക്കപ്പെടണം യേശുവിൻ നാമത്തിൽ തന്നെ. രാത്രിക്കായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രി അതുപോലെ നടുവിലില്ല, പല തിരക്കുകളായിരിക്കുന്നതിൽ അവരെ കൃത്യമായി പ്രാർത്ഥിക്കുക. കിടന്നുകൊള്ളാൻ കഴിയാത്തവരെല്ലാം ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവയുടെ പഠനമായിട്ടാണല്ലോ നമ്മൾ ടെസ്റ്റ് ആയിരിക്കുന്നത്. നേരം ആരാധിക്കുകയായിരുന്നു. ശാന്തമായ ചില ദൈവികാലോചനകൾ, ദൈവിക ബന്ധുക്കൾ നാം കേൾക്കുവാൻ പോവുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ ഏത് വാക്യം വരെ പഠിച്ചു എന്ന് പറയുന്നവർക്ക് ഞാൻ എന്തെങ്കിലും ഒരു സമ്മാനം ദൈവം വെച്ചാൽ തരും. ഏത് വാക്യം വരെ പഠിച്ചു എന്ന് പറയുന്നത് അല്ല ചാൻസ് കഴിഞ്ഞു. ഒരു ചാൻസ് കൂടെ തരാം. 5-ാം വാക്യം വരെ അതിന് പറയണം. 2 ചാൻസ് പറയാം. 5-ാം വാക്യം വരെ അല്ലെ ഞാൻ എന്റെ സമ്മാനം തന്നെ. അതുകൊണ്ട് 5-ാം വാക്യം വരെ നമ്മൾ പഠിച്ചു അല്ലെ. അനുതാപങ്ങൾ തീർത്താലും ദൈവത്തിന്റെ നീതിയുള്ള വിധികളിൽ ചലതിച്ചു വെക്കുന്നു എന്ന് പഠിച്ചു. ഇപ്പോൾ 6-ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവൻ ഓരോരുത്തര് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യും. ഇനിയുമുള്ള താഴോട്ടുള്ള ചില വാക്യങ്ങൾ ദൂതുകൾ നമുക്ക് അധികം സന്തോഷം നൽകുന്നതല്ല. നമ്മെ ഒന്ന് ശോധന ചെയ്യുന്ന, ശുദ്ധീകരിക്കുന്ന, നമ്മെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന ചില ആലോചനകളാണ്. പ്രത്യേകിച്ച് റോമർക്ക് എഴുതിയ ലേഖനത്തിലെ ചിന്തകളെല്ലാം വിശുദ്ധീകരണത്തെക്കുറിച്ചും നീതീകരണത്തെക്കുറിച്ചും തേജസ്കരണത്തെക്കുറിച്ചുമുള്ള ദൂതുകളായതുകൊണ്ട് അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുന്നതിനും നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ്, നമ്മുടെ ആത്മീയ ജീവിതത്തെക്കാൾ ഉപരിയായി നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് എങ്ങനെയായിരിക്കണമെന്നുള്ള വിശുദ്ധിയെ സംബന്ധിച്ച ദൂതുകളാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നത്. 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഞെട്ടലുണ്ടാകുന്ന വാക്യമാണ്. എന്താണ്? അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ അല്ലെ, കരുതുന്ന ഒരു ദൈവത്തെ, പരിപാലിക്കുന്ന ഒരു ദൈവത്തെ ഒക്കെയാണ് നാം പ്രസംഗിച്ച് കേൾക്കാറുള്ളതും നമ്മൾ അത് കേൾക്കുമ്പോൾ ആരാധിക്കാറുള്ളതും. എന്നാൽ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യുന്ന ഒരു നീതിയുള്ള ന്യായാധിപതിയായ ദൈവം കൂടെ ഉണ്ട്. ഈ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യുന്ന വാക്യങ്ങൾ അനവധി ദൈവത്തെ കാണാൻ കഴിയും. 1-2 വാക്യങ്ങൾ വേഗത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല, വേഗത്തിൽ ഒന്ന് ഓടിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. സദൃശവാക്യങ്ങൾ 24-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കയില്ലയോ? അപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പരാജയം,
ഒരു ബലഹീനത, നമ്മൾ പറയുന്നത് ബലഹീനത അല്ലേ, തെറ്റ് എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു, നമ്മളെപ്പോഴും ബലഹീനത സംഭവിച്ചെന്നാണ് പറയുന്നത്. ഒരു ബലഹീനത അല്ലെങ്കിൽ ഒരു പരാജയം സംഭവിച്ചാൽ ആരും അറിഞ്ഞില്ല എന്ന് ചിന്തിക്കരുത്. ആരറിയുന്നുണ്ട്? ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കയില്ലയോ? ഇശായിയുടെ പട്ടണത്തിൽ ചെന്ന ഇശായിയുടെ ഭവനത്തിലെ ഹല്ലേലൂയ 8ാമതായ ഒരുവൻ ഉണ്ടെന്ന് അവരെത്ര മറച്ചു പിടിച്ചിട്ടും ഹല്ലേലൂയ ദൈവം ശമൂവേലിനെ വെളിപ്പെടുത്തി കൊടുത്തു. ഇനിയും ഒരാളുണ്ട് അല്ലെ, വിളിക്കവനെ. അപ്പോൾ ഹൃദയങ്ങളെ വ്യക്തമായി അറിയുന്ന ഒരു ദൈവമുണ്ട്, തൂക്കി നോക്കുന്ന ഒരുവനുണ്ട്. അവൻ ഗ്രഹിക്കയില്ലോ? നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയുകയില്ലയോ? അവൻ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുന്ന ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇരമ്യാ പ്രവാചക പുസ്തകം 17-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലും അതേ കണ്ടന്റുകൾ നമുക്ക് കാണാൻ കഴിയും. യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തനും അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. കേട്ടിട്ട് സന്തോഷമുണ്ടോ? നല്ല പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ നമുക്ക് രാത്രി സന്തോഷം ഉണ്ടാവില്ല അല്ലേ? പ്രവൃത്തിക്ക് തക്കവണ്ണമാണ് പകരം നൽകുന്നത്. അപ്പോൾ അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും അനുസരിച്ച് കൊടുക്കുന്നത്. 32-ാമത്തെ അധ്യായത്തിലും ഇരമ്യാവ് 32-19 അതേ വാക്യം നമുക്ക് കാണാൻ കഴിയുന്നു. നീ ആലോചനയിൽ വലിയവൻ, ആലോചനയിൽ വലിയവൻ. പരിശുദ്ധാത്മാവ് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്ന ദൈവമാണ്. വഴി ഇതാകുന്നു, ഇതിൽ തന്നെ നടന്നുകൊള്ളുന്നതിനുള്ള ശബ്ദം കൽപ്പിക്കുന്ന ദൈവമാണ്. നമ്മളൊരു വഴിയിലേക്ക് ചെല്ലുമ്പോൾ അത് നടക്കേണ്ടുന്ന വഴിയാണോ, ഇതിൽ തന്നെ നടക്കണോ? ആലോചന സംസാരിക്കുന്ന ഒരുവൻ നമ്മുടെ കൂടെ ഉണ്ട്. നീ അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധാത്മ നിറവുള്ള വ്യക്തിയാണെങ്കിൽ ഒരുവൻ നിന്നോട് കൂടെ നടപ്പുണ്ട്. ഹല്ലേലൂയ. ദൂതന്മാർ നിന്നോട് കൂടെ നടപ്പുണ്ട്. ഒരുവൻ നിന്നോട് ആലോചന പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് നടപ്പിൻ, ഇത് സെലക്ട് ചെയ്തിൻ, ഇങ്ങനെ ആയിരിപ്പിൻ, ഇങ്ങനെ നോക്കുവിൻ, ഇങ്ങനെ കാണുവിൻ, ഇങ്ങനെ സംസാരിപ്പിൻ, ഇങ്ങനെ നടപ്പിൻ, ഇങ്ങനെ പെരുമാറുവിൻ. ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആലോചനയിൽ വലിയവൻ, പ്രവൃത്തിയിൽ ശക്തൻ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ്, ആലോചന നൽകുന്നവൻ, ദൂത് സംസാരിക്കുന്നവൻ, മാത്രമല്ല പ്രവൃത്തി കൊണ്ട് ഉത്തരമരുളുന്നവനായ ദൈവം. എന്നാൽ ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നമുക്ക് കർത്താവിന്റെ കണ്ണിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായി കഴിയത്തില്ല അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആരെയെല്ലാം വേണം കളിപ്പിക്കാൻ പറ്റും, പക്ഷെ കർത്താവിന്റെ ദൃഷ്ടിയിൽ നിന്ന് നമ്മെ മാറ്റുവാൻ കഴിയത്തില്ല. കർത്താവിന്റെ പ്രത്യേകത, അവൻ ഷമ്മയായിരിക്കുന്ന യഹോവയാണ്. ഷമ്മാ യഹോവ, എല്ലാ ഇടവും അവൻ ഉണ്ട് എന്നാണ് പദത്തിന്റെ അർത്ഥം. ഷമ്മാ യഹോവ. പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെ, സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് വാർത്താൽ അവിടെ അല്ലേ? എവിടെ പോയാലും കർത്താവിനെ ദൃഷ്ടി വെച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? ശ്രദ്ധിച്ച് അവന്റെ ബലത്തെ കാണിക്കുവാൻ അവന്റെ കണ്ണ് ഊടാടിക്കൊണ്ടിരിക്കുന്നു അല്ലേ? മനുഷ്യപുത്രന്മാരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് മറ്റൊരു വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആലോചനയിൽ വലിയവനാണ്, പ്രവൃത്തിയിൽ ശക്തനാണ്. പക്ഷെ നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്ന, നടപ്പിന് തക്കവണ്ണം പകരം നൽകുന്ന ഒരു ദൈവവും കൂടാണ്. അവന്റെ ദൃഷ്ടിക്കൊന്നും മറഞ്ഞിരിക്കുന്നില്ല. അവൻ ഹൃദയത്തെ തൂക്കി നോക്കുന്നു. അവൻ ആലോചനയിൽ വലിയവനാണ്. അവൻ അറിയാത്ത കാര്യങ്ങളില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും സ്വന്തം ചെയ്യാൻ പറ്റുമോ അല്ലേ? നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ, മരിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും പ്രാർത്ഥന കൊണ്ടോ ആരാധന കൊണ്ടോ ഒന്നും പ്രയോജനമില്ല അല്ലേ? മെഴുകുതിരി കത്തിച്ചത് കൊണ്ടോ ആരാധിച്ചത് കൊണ്ടോ ആത്മാവിന് നിത്യശാന്തി ചേർന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒന്നും പ്രയോജനമില്ല. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് വെളിപ്പെടേണ്ടതാകും. അപ്പൊ ഉൾപ്രാവണത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. കർത്താവ് മടങ്ങി വരുന്നു. ഒരു രഹസ്യപരവും പരസ്യപരവും കർത്താവുണ്ട്. രഹസ്യപരമെങ്കിൽ കണ്ണിമയ്ക്കുന്നുള്ള സമയത്തിനുള്ളിൽ, കണ്ണ് അടയ്ക്കുന്ന ഇമയ്ക്കുന്ന സമയത്തിനുള്ളിൽ നൊടിനേരം കൊണ്ട് നാം കർത്താവിന് സന്നിധിയിൽ ചെല്ലും. പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല അല്ലേ? കർത്താവിന്റെ സന്നിധിയിൽ എന്തുണ്ട്? ഒരു ന്യായാസനമുണ്ട്. ആ ന്യായാസനത്തിന് മുമ്പാകെ സകലതും വെളിപ്പെടും. നമ്മൾ നല്ലത് ചെയ്താലും തീയത് ചെയ്താലും
അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടും. സന്തോഷമുണ്ടോ ഇത് കേൾക്കുമ്പോൾ? ഹല്ലേലൂയ. സന്തോഷമില്ലെങ്കിൽ സന്തോഷം വരാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം. എനിക്ക് നല്ലത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണോ എനിക്ക് സന്തോഷം വരാത്തത്? അതോ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തീയതായിട്ടുള്ളത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ന്യായാസനത്തിന് മുമ്പാകെ ഞാൻ നിൽക്കുമ്പോൾ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ എനിക്ക് പ്രതിഫലം ലഭിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചില പ്രതിഫലങ്ങളെ കുറിച്ച് പറഞ്ഞായിരുന്നു. 3 പ്രതിഫലങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടായിരുന്നു? 3 പ്രതിഫലങ്ങൾ. ജീവന്റെ തേജസ്സിന്റെ വടാത്ത കിരീടം, 2 ജീവകിരീടം, 3 നീതിയുടെ കിരീടം, നമ്മൾ പിന്നെ പഠിക്കും പ്രശംസാ കിരീടം. അപ്പോൾ ഈ കിരീടങ്ങളൊക്കെ നല്ലത് പ്രവർത്തിച്ചാൽ നമുക്ക് ലഭിക്കും. അതല്ലെങ്കിൽ അതിന് തക്കവണ്ണം നമ്മുടെ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നതിന് തക്കവണ്ണം നമുക്ക്. ഇപ്പോൾ റോമർക്ക് എഴുതിയ ലേഖനത്തിലും അതേ കണ്ടന്റാണ്, അതേ വാക്യങ്ങളാണ് അപ്പോസ്തലൻ സംസാരിക്കുന്നത്. പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഇനിയും റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിലേക്ക് നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷരതയും അന്വേഷിക്കുന്നവർക്ക്. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ടത്. ഈ നല്ല പ്രവൃത്തി ഇവിടെ എഴുതിയിരിക്കുന്നതിന്റെ ട്രാൻസ്ലേഷനിൽ നാം ചെയ്യുന്ന നമ്മുടെ നല്ല രീതികൾ കൊണ്ടല്ല, നല്ല പ്രവൃത്തി, നമ്മുടെ നല്ല ചിന്തകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ എന്നുള്ള മീനിങ് അല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവിന് വേണ്ടി നാം എടുക്കുന്ന തീരുമാനങ്ങൾ, കർത്താവിന് വേണ്ടി നാം സമർപ്പിക്കപ്പെടലുകൾ, അതിനെയാണ് നല്ല പ്രവൃത്തി നമ്മുടെ ആ വാക്യത്തിൽ സൂചിപ്പിക്കുന്നത്. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത കൊണ്ട് എന്ത് ലഭിക്കും? നമുക്ക് തേജസ് ലഭിക്കും, മാനം ലഭിക്കും, അക്ഷതയും ലഭിക്കും, നിത്യജീവൻ ലഭിക്കും. നിത്യജീവൻ എന്തൊക്കെയുള്ളതാ? തേജസ്സുണ്ട്, മാനമുണ്ട്, അക്ഷയതയുള്ള ഹല്ലേലൂയ നിത്യജീവൻ. അത് മാത്രമല്ല ശാഠ്യം കൊണ്ട് സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും. എന്നാൽ നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത ഉള്ളവർക്ക് നിത്യജീവൻ, തേജസ്, മാന്യത, അല്ലെ അക്ഷയമായ നിത്യജീവൻ ലഭിക്കുവാനിടയാവും. ഈ നല്ല പ്രവൃത്തി നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധം, ദൈവത്തോടുള്ള സമർപ്പണം കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൊർന്നല്യോസ്, അല്ലെ, കൊർന്നല്യോസിനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെന്ന് പത്രോസ് അപ്പോസ്തലൻ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. കൊർന്നല്യോസിന് ഒരു ദൂതൻ വെളിപ്പെട്ടിട്ട് പത്രോസിനെ, യോപ്പയിലുള്ള ശിമോൻ പത്രോസിനെ കൊണ്ടുവന്ന് അവന്റെ പ്രസംഗം കേൾക്കണമെന്ന് കൊർന്നല്യോസിന് ദൈവത്തിന്റെ ദൂതനായ ഒരു അരുളപ്പാട് ലഭിക്കുകയും അതേ അരുളപ്പാട് പത്രോസ് അപ്പോസ്തലന്, അല്ലെ, തുപ്പട്ടിയുടെ രൂപത്തിൽ വെളിപ്പെട്ട ദർശനത്തിന് ശേഷം ദൈവത്തോട് സംസാരിച്ച് ചില പുരുഷന്മാർ നിന്നെ തേടി വരുന്നു, അവരോടൊപ്പം ചെല്ലുക, നീ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെല്ലുക എന്ന് പറയുന്ന ഭാഗം നമുക്കറിയാം. കൊർന്നല്യോസ് ഒരു ജാതീയ മനുഷ്യനായിരുന്നു, നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എന്നാൽ 10-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങൾ പത്രോസ് അവിടെ ചെന്ന് പ്രസംഗിച്ച ശേഷം പറയുന്ന കാര്യമാണ്. അപ്പോൾ പത്രോസ് ദൈവത്തിന് മുഖപക്ഷമില്ല. അപ്പോൾ യഹൂദന്മാർക്ക് വേണ്ടി, നമ്മളിത് പണ്ടൊന്ന് ചിന്തിച്ചാണെങ്കിൽ ഇത് തൊട്ടു പോകാം, യഹൂദന്മാർക്ക് വേണ്ടിയാണ് ദൈവം വെളിപ്പെട്ടത് എന്നുള്ള ചിന്തയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന പത്രോസിന്റെ ചിന്താഗതികളെ, തീരുമാനങ്ങളെ തകർത്തുകൊണ്ട് ഒരു തുപ്പട്ടിയുടെ രൂപത്തിൽ ഇഴജാതികളോട് കൂടിയ ഒരു കൊട്ട, അല്ലെ, ഒരു തുപ്പട്ടി ഇറങ്ങി വരികയും സകല ജാതികൾക്കും വേണ്ടിയാണ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള ദൂത് അവന് കൈമാറുകയും അറുത്തു തിന്നുക അല്ലെങ്കിൽ ഇത് ഭക്ഷിക്കുക എന്നുള്ള ദൂതൊക്കെ കൈമാറുകയാണ് കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് ഈ വെളിപ്പാടൊക്കെ കൊടുത്ത് പത്രോസിനെ അയക്കുന്നത്. പത്രോസ് അവിടെ സംസാരിക്കുന്ന സമയത്ത് പത്രോസിന് ഒരു കാര്യം മനസ്സിലാകുകയാണ്, ദൈവത്തിന് മുഖപക്ഷമില്ല. അപ്പോൾ നല്ല പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ, വിശ്വസിക്കുന്നെങ്കിൽ, രക്ഷിക്കപ്പെടുന്നെങ്കിൽ, സ്നാനപ്പെടുന്നെങ്കിൽ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നെങ്കിൽ, അതിനായി ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു ജീവിതം ആര് തിരഞ്ഞെടുത്താലും, അത് യഹൂദനായിക്കൊള്ളട്ടെ, യവനനായിക്കൊള്ളട്ടെ, ജാതീയനായിക്കൊള്ളട്ടെ, ആണായിക്കൊള്ളട്ടെ, പെണ്ണായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവരുടെ കർത്താവിനോട് ചേർന്ന് ജീവിക്കണമെന്നുള്ള സ്ഥിരത പൂണ്ട നല്ല പ്രവൃത്തി തീരുമാനിക്കുന്ന ഒരാൾക്ക് അവരുടെ ദൈവത്തിന്റെ സമീപനം, ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. ആര് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. മുസ്ലിം സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട
ദാസൻ ഇരിപ്പുണ്ട്, ഹിന്ദു വിശ്വാസത്തിൽ വന്നവരുണ്ട് അല്ലേ? അപ്പോൾ ആര് പ്രാർത്ഥിച്ചാലും ഏത് ജാതിയിലും ഏത് വംശത്തിലും ഏത് ഭാഷയിലും ആയിരിക്കുന്നവർ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും ദൈവത്തോട് അടുത്ത് വന്നാലും അവരെ ചേർത്ത് കൊള്ളുവാനുള്ള തീരുമാനം, ആ നല്ല പ്രവൃത്തിയെ സ്വാഗതം ചെയ്യുന്ന, സ്ഥിരത പൂണ്ട പ്രവൃത്തിയെ സ്വാഗതം ചെയ്യുന്ന, അവർക്കായി നിത്യതയെ നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അവന് മുഖപക്ഷമില്ല എന്ന് ആർക്ക് മനസ്സിലായി? പത്രോസിന് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് എന്താ ഇരിക്കുന്നത്? ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് ഏത് ജാതിയൊന്നുമില്ല, ഏത് വംശമൊന്നുമില്ല, ആഫ്രിക്കക്കാരനില്ല, ഇംഗ്ലീഷുകാരനില്ല, കൊളംബോക്കാരനില്ല, ആരും അവന് വ്യത്യാസമില്ല. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു. നീതി പ്രവർത്തിക്കുക. ഈ നീതിയാണ് ഈ റോമർക്കെഴുതിയ ലേഖനത്തിൽ ഈ 7-ാമത്തെ വാക്യം നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ സൽപ്രവർത്തികളെല്ലാം കറപുരണ്ട തുണികൾ പോലെയാണ്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണം അനുസരിക്കുന്നത് കൊണ്ട് നീതീകരിക്കപ്പെടുന്നില്ല. സൽപ്രവർത്തികൾ കൊണ്ട് നീതീകരിക്കപ്പെടുന്നില്ല. പിന്നെ ഇവിടെ കാണുന്ന നീതി എന്താണ്? ഇവിടെ കാണുന്ന നീതി ദൈവത്തെ അംഗീകരിക്കുക. അതൊരു നീതിയാണ്. ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ അംഗീകരിക്കുക. ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും ഏത് വംശത്തിൽപ്പെട്ടവനാണെങ്കിലും കർത്താവിനെ അംഗീകരിച്ചാൽ അത് നീതിയായി വെളിപ്പെടും. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. പത്രോസിന് തന്നെ അത്ഭുതമുണ്ടായ ഒരു ഭാഗമാണ് കൊർന്നല്യോസിന്റെ ഭവനത്തിലെ ശുശ്രൂഷ. സത്യത്തിൽ കൊർന്നല്യോസിന്റെ ഭവനത്തിലെ ശുശ്രൂഷയോടുകൂടെയാണ് ജാതികൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ. ആലോചന, നമ്മളും അതിന്റെ ഭാഗമാണ് അല്ലെ? നമ്മൾ യഹൂദന്മാരല്ല അല്ലെ? നമ്മൾ ജാതികളുടെ ഭാഗത്തിൽപ്പെട്ടവരാണ് അല്ലെ? അപ്പോൾ നമുക്കൂടെ അനുഗ്രഹമായി തീർന്ന ഒരു ശുശ്രൂഷയുടെ തുടക്കമാണ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസിൽ കൂടെ സംഭവിച്ചത്. ജാതികളും ദൈവത്തെ അംഗീകരിക്കുന്നു, ജാതികളും പരിശുദ്ധാത്മാവിൽ നിറയുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 11-14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ നീയും നിന്റെ ഗ്രഹം മുഴുവനും നീ കൊർന്നല്യോസ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, ദൈവത്തോട് അടുത്ത ബന്ധമുള്ള മനുഷ്യനാണ്, ദൂതന്മാരെ കാണുന്ന മനുഷ്യനാണ്, ദൂതന്മാരുടെ സംസാരം കേൾക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യനോട് ദൈവം സംസാരിക്കുകയാണ്, നീ രക്ഷിക്കപ്പെടുക കൂടെ ചെയ്യണം. അതിന് എന്ത് ചെയ്യണം? നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടാനുള്ള വാക്കുകളെ അവൻ പത്രോസിനെ വിളിച്ചുകൊണ്ട് കരുതുക അല്ലെ? പത്രോസിനെ ആളയച്ച് വിളിച്ചു കൊണ്ടുവന്ന് അവന്റെ പ്രസംഗം കേൾക്കണം. എനിക്ക് നീ രക്ഷിക്കപ്പെടാനുള്ള വാക്കുകളെ എന്ത് ചെയ്യും? അവൻ നിന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നും ഞങ്ങളോട്. 15-ാമത്തെ വാക്യം. ഇവിടെയാണ് പത്രോസിന് അത്ഭുതപ്പെട്ടു പോയി. പത്രോസ് വിചാരിച്ചു ഒരു ജാതിയായ മനുഷ്യൻ, ദൈവം കാണിച്ച ദർശനമല്ലേ അല്ലെ? കുപ്പട്ടിയൊക്കെ ഇറങ്ങി വന്നു, ദൈവം കാണിച്ചൊരു ദർശനമാണ്, ഒരു പ്രസംഗമൊക്കെ പ്രസംഗിച്ച് നീ പോരാമെന്ന് കരുതിയാണ് പത്രോസ് ഉറച്ചുന്നത്. ഈ അന്യഭാഷയിൽ പരിശുദ്ധാത്മ പ്രവചനം ആത്മീക ആരാധനയൊക്കെ യഹൂദന്മാർക്കുള്ളതാ, അല്ലെങ്കിൽ കർത്താവിന്റെ അപ്പോസ്തലന്മാർക്കുള്ളതാ, കർത്താവിന്റെ ശിഷ്യന്മാർക്കുള്ളതാ, അല്ലെങ്കിൽ ആ 120 പേര് മാളികയെ സംബന്ധിച്ചുള്ളവർക്ക് ഉള്ളതാണെന്നൊക്കെ ചിന്തിച്ചിരുന്ന പത്രോസ് പ്രസംഗിച്ച് കഴിയുമ്പോൾ നെട്ടിപ്പോയി. ഒരു നോർമൽ മെസ്സേജ് ഒക്കെ പ്രസംഗിച്ച് കൊർന്നല്യോസിനെ ഒന്ന് സന്തോഷിപ്പിച്ച്, അല്ലെങ്കിൽ അവിടെ ഭക്ഷണം കഴിക്കുന്നങ്ങനെ അങ്ങനെ കഴിച്ച് അടുത്ത് തിന്നുകയെന്നൊക്കെ പറഞ്ഞില്ല, ഭക്ഷണം കൊടുക്കുന്നത് കഴിച്ചിട്ടൊക്കെ പോരാന്ന് വിചാരിച്ച് പത്രോസ് പ്രസംഗിക്കാൻ വായ് തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. എന്താണ്? സംസാരിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. ഇത് പത്രോസിന് അത്ഭുതകരമായ സംഭവമായി പോയി. പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ തന്നെ, ദൈവം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ മേൽ 120 ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. അവർ അന്യഭാഷകൾ സംസാരിച്ചതുപോലെ, പ്രവചിച്ചതുപോലെ ഈ ജാതീയ വംശത്തിൽപ്പെട്ട കൊർന്നല്യോസിന്റെ ആളുകൾ ആത്മാവിൽ നിറഞ്ഞു. ഇതാണ് അവർക്ക് എഴുതിയിരിക്കുന്നത്. നല്ല പ്രവർത്തിക്ക് സ്ഥിരത കൊണ്ട് ഹല്ലേലൂയ നിത്യജീവനിലേക്ക് കടന്നു വരിക. ഹല്ലേലൂയ. സൽപ്രവർത്തികൾ കൊണ്ടല്ല, യേശുവിനെ അംഗീകരിക്കുന്ന നിമിത്തം, ദൈവത്തെ അംഗീകരിക്കുന്ന നിമിത്തം, വിശ്വസിക്കുന്ന നിമിത്തം ദൈവത്തിന്റെ നീതിയിലേക്ക് പ്രവേശിക്കുന്നു. കൊലോസ്യർ ലേഖനത്തിലേക്ക് വരാം. 1-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ചില വാക്യങ്ങൾ വേഗത്തിൽ വായിക്കണം, ബൈബിൾ ശരി ആയതുകൊണ്ട്. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും, അവൻ മനസ്സുകൊണ്ട് നമ്മുടെ സിറ്റുവേഷൻ അവിടെ പറയുന്നത്. ഇത് കൊലോസ്യർക്കെതിരെയാണല്ലോ, കൊലോസ്യരോട് സംസാരിക്കുന്നതായിരിക്കും ചിന്തിക്കരുത്. ഇതുകൂടെല്ലാം നമുക്കൂടെ ബാധകമാണ്. മുമ്പേ നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നു? മനസ്സുകൊണ്ട് അകന്നവരായിരുന്നു, ശത്രുക്കളായിരുന്നു. എങ്ങനെ? ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവർ, ശത്രുക്കളായിരുന്നവർ. എന്നാൽ അങ്ങനെയുള്ള നമ്മളെ
അപ്പോൾ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അത് ഓർത്തഡോക്സിൽ നിന്നായാലും മുസ്ലിം സമുദായത്തിൽ നിന്നായാലും മർത്തോമയിൽ നിന്നായാലും ഹിന്ദുവിൽ നിന്നായാലും ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് 2 നില വീട് തരാനല്ല. ദൈവം തരുമായിരിക്കാം. 2 നില വീട് തരാനല്ല, ബാങ്ക് ബാലൻസ് തരാനല്ല, വാഹനം തരാനല്ല. ഇതിനൊന്നുമല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. മനസ്സുകൊണ്ടകന്ന നമ്മെ, ദുഷ്പ്രവർത്തികളിൽ ജീവിച്ച് നമ്മളെ, ശത്രുക്കളായി നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത് 3-4 കാര്യങ്ങൾക്ക്. വായിച്ചോട്ടെ. വിശുദ്ധരായി മാറുവാൻ, നിഷ്കളങ്കരായി മാറുവാൻ, കുറ്റമില്ലാത്തവരായി മാറുവാൻ. അപ്പൊ ഈ കുറവുകളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അല്ലെ. നമ്മൾ വിശുദ്ധരല്ലായിരുന്നു, നമ്മൾ നിഷ്കളങ്കരല്ലായിരുന്നു അല്ലെ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചവരായിരുന്നു അല്ലെ. പക്ഷെ നമ്മളെ കുറ്റമില്ലാത്തവരാക്കി മാറ്റുവാൻ, നിഷ്കളങ്കരാക്കി മാറ്റുവാൻ, വിശുദ്ധരാക്കി മാറ്റുവാൻ, അതിനാണ് അവൻ യേശു കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സ്വർഗത്തോടുള്ള സമത്വമുണ്ടായിരുന്നവൻ, പിതൃപുത്രന് ശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൽ ഒരുവൻ, ഇമ്മാനുവേലായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മരണത്തിന് നമ്മളോട് സമസ്വഭാവമുള്ള, നമ്മളോട് സാദൃശ്യമുള്ളവനായി, നമ്മുടെ ജഡരക്തങ്ങളോട് സാമീപ്യമുള്ളവനായവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മരണത്തിൽ കൂടെ നമ്മളെ നിരപ്പിച്ച് അവൻ ജഡശരീരത്തിൽ തന്നെ മരണത്താൽ നിരപ്പിച്ചു. എങ്ങനെ ആയിത്തീരേണ്ടതിന്? കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത് ഒറ്റ കാര്യത്തിന് വേണ്ടി. എന്തിനാ? സാമ്പത്തികമായി നമ്മെ ഉയർത്താനാണ്. ആണോ? അംബാനിയൊക്കെ എന്ത് കാശുള്ളവരല്ലേ, ദൈവത്തെ അറിയാത്തവരല്ലേ അല്ലേ? പക്ഷെ എന്താണ്, അവരൊക്കെ സമ്പാദ്യമുള്ളവരാണ്, നന്മകളുള്ളവരാണ്, കോടികൾ ആസ്തി ഉള്ളവരാണ്. അതിനല്ല ക്രിസ്ത്യാനിയെ ദൈവം വിളിച്ചിരിക്കുന്നത്. വിശുദ്ധരാകുവാൻ, നിഷ്കളങ്കരാകുവാൻ, കുറ്റമില്ലാത്തവരായി മാറുവാൻ നാം തിരഞ്ഞെടുക്കുക. അതിനുവേണ്ടിയാണ് കർത്താവ് മരിച്ചു അടക്കപ്പെട്ടത്. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെ ഇടയിൽ പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നതും ഒരിക്കൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. 2002 ഫെബ്രുവരി മാസമാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇപ്പോൾ 2025 ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എന്താ? എങ്ങനെയുള്ളവരായി മാറണം? ഇളകാത്തവരായി മാറണം, അടിസ്ഥാനപ്പെട്ടവരായി മാറണം. നാം രക്ഷിക്കപ്പെട്ട തീയതിയും പറഞ്ഞ് ഞാൻ അന്ന് മുതലേ വിശ്വാസത്തിലായിരുന്നു എന്ന് പറഞ്ഞ് പാരമ്പര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് ഞാൻ നിൽക്കുമ്പോഴും ഇളകാത്ത അടിസ്ഥാനമുള്ളവനായിരിക്കണം. എന്നിട്ട് മാത്രമല്ല സ്ഥിരതയുള്ളവനായിരിക്കണം. ഇങ്ങനെ വിശ്വാസത്തിൽ നിലനിന്ന് മുന്നോട്ട് പോയാൽ മാത്രം അവന്റെ മുമ്പിൽ. അപ്പൊ നമ്മുടെ പാരമ്പര്യം പറഞ്ഞിട്ട് കാര്യമില്ല, വിശ്വാസത്തിൽ വന്ന ഡേറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, സ്നാനപ്പെട്ട ഡേറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് നമ്മുടെ ആത്മീയ സ്ഥിതി എന്തായിരിക്കുന്നു? വിശ്വാസത്തിൽ ഞാൻ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നോണ്ട് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് ഞാൻ വിശ്വാസത്തിലാണോ നിലനിൽക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തോടുള്ള ബന്ധത്തിലാണോ ഇന്ന് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ ചിന്തകൾ, എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ നടപടിക്രമങ്ങളൊക്കെ കർത്താവുമായി ഇരിച്ചേർന്നാണോ? വിശ്വാസത്തിൽ ഞാൻ എന്നും നിലനിൽക്കുന്നുണ്ടോ എന്ന് അനുദിനം ശോധന ചെയ്യണം. വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഇളകാത്ത അടിസ്ഥാനമുള്ളവരാകണം, സ്ഥിരതയുള്ളവരാണ്. വിശ്വാസത്തിൽ അങ്ങനെ നിലനിന്ന് കൊണ്ടാൽ എന്നാൽ നമ്മൾ മരിക്കുന്നതെന്ന് അറിയത്തില്ല, എന്നാ കർത്താവ് വരുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ അവന്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ആ സ്ഥിരതയുള്ളവരായി, അടിസ്ഥാനമുള്ളവരായി മാറണം. എബ്രായർ ലേഖനത്തിലേക്ക് വരാം. 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? റോമർ 2-ന്റെ 7-ാമത്തെ വാക്യത്തിലാണ് നിൽക്കുന്നത്. നല്ല പ്രവർത്തിക്ക് സ്ഥിരത പൂണ്ടവരായി തേജസ്സും മാനവും അക്ഷരയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു എന്നുള്ള വിഷയത്തിലാണ് നിൽക്കുന്നത്. എബ്രായർ ലേഖനം 3-ാം അധ്യായത്തിലെ 14-ാം വാക്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ട് ആദിവിശ്വാസം എന്നാ നമ്മുടെ രക്ഷിക്കപ്പെട്ട ദിവസം അല്ലേ? ആ രക്ഷിക്കപ്പെട്ട ദിവസത്തെ ആ തീഷ്ണത നിങ്ങളൊന്ന് പുറകിലേക്കൊന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ചൊന്ന് ചിന്തിച്ച്. രക്ഷിക്കപ്പെട്ട ദിവസത്തെ തീഷ്ണത അല്ലേ? ആരാധനയ്ക്ക് പോകാനും കൺവെൻഷന് പോകാനും. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, വീട്ടിൽ കയറ്റത്തില്ലായിരുന്നു. എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സൈക്കിളെ മഴ നനഞ്ഞ് എനിക്കൊന്നും
കൺവെൻഷൻ, ആരാധന, ഉപവാസ പ്രാർത്ഥന കൺവെൻഷൻ ഇതില്ല. ഡ്യൂട്ടിയാണ്, ചെറിയ ജോലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ സൈക്കിളും എടുത്ത് എന്നിട്ട് ഞാൻ ഒരു ദിവസം കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവ് ഇനി ഈ സൈക്കിൾ ചോടി എനിക്ക് ഒരു ബൈക്ക് തന്നേ പറ്റൂ. ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം ഈ ബൈക്ക് തന്നു. പക്ഷെ അതുവരെ ആ വിശ്വാസം വന്ന സമയത്ത് കിലോമീറ്ററുകൾ ഞാൻ സൈക്കിൾ ചവിട്ടി മഴ നനഞ്ഞ് ഈ ശുശ്രൂഷകൾ സംബന്ധിക്കാനായിട്ട് ഉപവാസ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും കൺവെൻഷൻ യോഗങ്ങൾ സംബന്ധിക്കാനായിട്ട് പോകും. പല ദിവസങ്ങളിൽ മഴ നനഞ്ഞു പപ്പ വീട്ടിൽ കയറ്റത്തില്ല. പപ്പ പോയി കിടന്ന് ഉറങ്ങി, അതുവരെ മഴയത്ത് നിൽക്കും, അവിടെ ഇരിക്കും. പപ്പ പോയി കിടന്ന് ഉറങ്ങിയതിന് ശേഷം മമ്മി വന്ന് പതിയെ വീട് തുറന്നു തരും. അകത്ത് കയറി മമ്മി അകത്ത് കയറി പോകും. പപ്പ ഞാനും കയറിക്കൊണ്ടെന്ന് കരുതിയിട്ട് പോയി കിടക്കുന്നതാണ് കുറച്ചേരൊക്കെ വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനത്തുള്ള തീഷ്ണത നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഒന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. വിശ്വാസത്തിലേക്ക് വന്ന സമയത്തെ ആ തീഷ്ണത, ആ പ്രാർത്ഥന, ആരാധനയ്ക്കുമായുള്ള ആ ആഗ്രഹം, കൊതി എങ്ങനെ ഉണ്ടായിരുന്നു? ആ ആദ്യ വിശ്വാസം രക്ഷിക്കപ്പെട്ട സമയത്തെ, സ്നാനപ്പെട്ട സമയത്തെ, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച സമയത്തെ, അന്ന് ആരാധനയ്ക്ക് പോയിരുന്ന സമയത്തെ ആ ആദ്യ വിശ്വാസം അവസാനത്തോളം, ഇനി എന്ന അവസാനം നിങ്ങൾ പറ, ക്രിസ്തുവിന്റെ വരവ് അല്ലെങ്കിൽ നമ്മുടെ മരണം. ഈ അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ അങ്ങനാണെങ്കിലേ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീരുകയുള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, വഴിയിൽ വെച്ച് നിങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിച്ചുകൊണ്ടിരിക്കണം. പുത്രനുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തരുത്. കർത്താവുമായുള്ള ബന്ധം അനുദിനം നഷ്ടപ്പെടുത്തരുത്. കർത്താവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തുന്ന ദിവസമാണ് കർത്താവ് വരുന്നെങ്കിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ട് പറയാനുണ്ടോ? സ്നാനപ്പെട്ടുകൊണ്ട് പറയാനുണ്ടോ? ആരാധിച്ചുകൊണ്ട് പറയാനുണ്ട്. കർത്താവുമായിട്ട് ബന്ധമില്ലാത്ത ദിവസമാണ് മരണം സംഭവിക്കുന്നെങ്കിൽ അപ്പോൾ അവസാനത്തോളം അത് മുറുകെ പിടിക്കുക. ആദ്യത്തെ വിശ്വാസം, ആദ്യ കർത്താവിനെ അറിഞ്ഞ നാളുകളിലെ ബന്ധം, അത് അവസാനത്തോളം മുറുകെ പിടിക്കുക. അനവധി പേർ വിശ്വാസത്തിലേക്ക്, ആ സമയം പോയത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകാൻ, അനവധി പേർ വിശ്വാസത്തിലേക്ക് വന്നവര് നമുക്ക് ദൈവത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അല്ലെ? ആദ്യ ഭാഗങ്ങളിൽ ആദ്യത്തെ യാഗം കഴിച്ചത് ആരാണ്? നല്ല പ്രസാദമുള്ള യാഗം കഴിച്ചത് ഹവേലാണ് അല്ലെ? ഹവേലിന്റെ തലമുറയിൽ നല്ല യാഗം കഴിച്ച പ്രസാദമുള്ള നല്ല പ്രവൃത്തി ചെയ്തത് ഹവേലാണ്. ഇനി നോക്കുക, നോഹയുടെ കാലഘട്ടം അല്ലേ? നോഹയുടെ കാലഘട്ടം എല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ജനം മുഴുവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ നോഹ നീതിമാനായി ദൈവത്തിന് വേണ്ടി നിലനിന്നു. ദൈവനോട് ഒരു പെട്ടകം പണിയാൻ പറയുന്നു അല്ലേ? ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത മഴ പെയ്യാൻ പോകുന്നു എന്ന്. മഴ എന്താണെന്ന് ആർക്കും അറിയത്തില്ല, അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ മഴ പെയ്യാൻ പോകുന്നു ദൈവനോട് ദൂത് പറഞ്ഞപ്പോൾ ആ മഴയ്ക്ക് വേണ്ടി ഒരു പെട്ടകം കർത്താവ് പറഞ്ഞ അളവുകളിൽ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ കണ്ണുമടച്ച് നോഹ അത് വിശ്വസിച്ച് ചെയ്തു. അപ്പോൾ നോഹ ആ കാലഘട്ടത്തിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്ത് ദൈവത്തോട് ചേർന്നു. യോബ് അല്ലെ? യോബിനെ കുറിച്ച് നമുക്കറിയാം അല്ലെ? കഷ്ടതയുടെ കൂടെ, കണ്ണുനീരിൽ കൂടെ പോയിട്ടും, ഭാര്യ തനിക്കെതിരെ തിരിഞ്ഞിട്ടും കുറ്റം പറയാതെ ദൈവത്തെ സ്നേഹിച്ച് വീണ്ടും സ്നേഹിതന്മാർക്ക് വേണ്ടി ഈ കഷ്ടത അനുഭവിച്ച് ഈ ഓടൊക്കെ ഇട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വല്ലവർക്കും വേണ്ടി, നല്ല ആരോഗ്യത്തോടിരിക്കുമ്പോൾ വല്ലവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. അപ്പോഴാണ് തനിക്ക് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന ആ യോബിനെ കുറിച്ച് ചിന്തിച്ചു നോക്കി. ദോഷമിട്ടകലുന്നവനായി ആ തലമുറയിൽ ദൈവത്തിന് വേണ്ടി നിന്നു അല്ലേ? കൊർന്നല്യോസിനെ കുറിച്ച് നമ്മളിപ്പോൾ കണ്ടു. എബേസ് തന്റെ സഹോദരന്മാരെക്കാൾ മാന്യനായിരുന്നു. എബേസിന്റെ തലമുറയിൽ തന്റെ സഹോദരൻ. അപ്പൊ ഓരോ കാലഘട്ടത്തിലും ദൈവം തിരഞ്ഞെടുത്തവർ, ദൈവം വേർതിരിച്ചവർ നീതിക്ക് വേണ്ടിയും ദൈവത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട് ദൈവം അവരെ മാനിക്കുവാനും ഉയർത്തുവാനും ഇടയായി ആ തലമുറയിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ 8ാമത്തെ വാക്യത്തിലേക്ക് വരിക, നിത്യജീവനും ശാഠ്യം കൊണ്ട്, അതോടെ വായിച്ചു തന്നിട്ടാണ്, ശാഠ്യം കൊണ്ട് സത്യമനുസരിക്കാതെ അനീതി, റോമകേന്ദ്രം 8ാമത്തെ വാക്യം, ശാഠ്യം കൊണ്ട് ശാഠ്യം കാണിച്ചിട്ട് സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക്. അപ്പൊ സത്യം അറിയാം, സത്യമാണെന്ന് അറിയാം, ദൈവം സത്യമാണെന്ന് അറിയാം, രക്ഷ സത്യമാണെന്ന് അറിയാം, സ്നാന സത്യമാണെന്ന് അറിയാം, അങ്ങനെയുള്ളവരുണ്ടല്ലേ? പരിശുദ്ധാത്മ നിറവ് സത്യമാണെന്ന് അറിയാം, പക്ഷെ അനുസരിക്കത്തില്ല. സത്യം അറിഞ്ഞിട്ടും ശാഠ്യം കൊണ്ട് അതനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് എന്ത് ലഭിക്കും? കോപവും ക്രോധവും ലഭിക്കും. അവരെ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ ഒരാള് അവിടെ ദൈവത്താൽ ചോദ്യം ചെയ്യപ്പെട്ടല്ലേ? ആരാ? കയീൻ അല്ലേ? കയീന് ഹാബേൽ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ കർത്താവിനോട് നിലവിളിക്കാമായിരുന്നു. എന്നാൽ കയീൻ ചോദിക്കുന്നത്, ഞാൻ അവന്റെ അനുജന്റെ
കാവൽക്കാരനാണ് അല്ലേ? ദൈവത്തോട് അവൻ ചോദിക്കുന്നു. അപ്പോൾ കയീന് അവിടെ ശാഠ്യമുള്ളവനായി മാറുന്നത് കാണാൻ കഴിയും. യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടു അല്ലേ? യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ ഏശാവ് എന്ത് ചെയ്തു? ഏശാവ് ഒരു പായസത്തിന്റെ പേരിൽ തന്നെ ജ്യേഷ്ഠാവകാശത്തെ നഷ്ടമാക്കി കളഞ്ഞു. ശാഠ്യമുള്ളവനായി തീർന്നു. അവന് ജ്യേഷ്ഠാവകാശത്തെ നഷ്ടമാക്കി കളഞ്ഞു. ദൈവകൃപയിൽ നിന്ന് നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നു. ഫറവോന് മാനസാന്തരപ്പെടാനുള്ള അനവധി അവസരങ്ങൾ ദൈവം കൊടുക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഫറവോൻ ചോദിക്കുന്നുണ്ട്, ഈ ജനത്തെ വിട്ടയക്കാൻ യഹോവ ആരാണ്? യഹോവയെ ചോദ്യം ചെയ്യുന്ന ഫറവോനെ, കഠിന മനസ്സുള്ള ഫറവോനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ശൗൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവനാണ്. ആദ്യത്തെ രാജാവായി ഇസ്രായേലിന്റെ രാജാവായി തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് അല്ലേ? സമാനങ്ങളുടെ ഇടയിൽ നിന്ന് ആഗ്രഹിക്കാത്ത സമയത്ത് അവനെ പിടിച്ചുകൊണ്ടുവന്ന് ദൈവം അഭിഷേകം ചെയ്തവനാണ്. എന്നാൽ അവന് ദൈവകൃപയിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല. മറ്റൊരുവൻ അനുഗ്രഹിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ, മറ്റൊരുവന്റെ മേൽ അഭിഷേകം വെളിപ്പെടുന്നത് കണ്ടപ്പോൾ, ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തത് കണ്ടപ്പോൾ അവൻ അവനിൽ അസൂയ കൊണ്ട് അവനെ കൊല്ലുവാൻ തുടങ്ങി. അപ്പോൾ ശാഠ്യമുള്ളവർക്ക്, ദൈവകൃപയിൽ നിന്ന് വിട്ടുപോയവർക്ക് സത്യം അറിയാമെങ്കിലും, ഈ സത്യം അറിഞ്ഞ ഇവരൊക്കെ വന്നത് ശൗൽ സത്യം അറിഞ്ഞു വന്നവനാ അല്ലേ? ആ പ്രവാചക വൃന്ദത്തെ കാണുമ്പോൾ അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നതും പ്രവചിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തുടക്കം നല്ലതായിരുന്നു, നല്ല തുടക്കമായിരുന്നു. എന്നാൽ അവന് പൂർത്തീകരിപ്പാൻ കഴിഞ്ഞില്ല. ആ തുടക്കം പൂർത്തീകരിപ്പാൻ കഴിയാതെ അവൻ പരാജയപ്പെട്ടു പോയി. സത്യം അവന് അറിയാമായിരുന്നു, പക്ഷേ ആ സത്യം അനുസരിക്കാതെ അനീതിയിൽ അവൻ രസിച്ചത് കൊണ്ട് അവന് ദൈവത്തിന്റെ ക്രോധത്തിന് ഭാഗമാക്കാൻ കയീൻ അതുപോലെ തന്നെ ഏശാവ് അതുപോലെ തന്നെ ഒക്കെ പരാജയപ്പെട്ട ജീവിതമായി മാറുന്നത് നമുക്ക് ശലോമോൻ അതുപോലെ നല്ല തുടക്കമായിരുന്നു അല്ലേ? എന്നാൽ ദൈവത്തിന് അകന്നു പോകാനിടെ വിശ്വാസികളുടെ പട്ടികയിൽ ശലോമോനെ നമുക്ക് കാണുന്നില്ല. അപ്പോൾ തുടക്കം നല്ലതായിരുന്നു, സത്യം അനുസരിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള തുടക്കമായിരുന്നു. പക്ഷേ അത് മനഃപൂർവമായി ശാഠ്യം കൊണ്ട് ദൈവത്തിൽ നടന്നുകൊണ്ട് ദൈവകൃപ നഷ്ടപ്പെടുത്തുവാനിടയായി തീർന്നു. ഇവിടെ നമുക്ക് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കുറച്ച് വാക്യങ്ങൾ ചിന്തിക്കാനുണ്ടെങ്കിലും രണ്ടാമത്തെ വാക്യത്തിന്റെ 7ാമത്തെ വാക്യത്തിൽ നമ്മൾ നിൽക്കുകയാണ്. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു. ശാഠ്യം പൂണ്ടെന്നുള്ള ഭാഗം കൂടെ നമ്മൾ ശാഠ്യം കൊണ്ട് ആകുന്നവരായി തീരരുത്. അതുകൊണ്ട് അത് വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് കണ്ണുകളെ ദിവസം അടയ്ക്കാം. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്, ഒരിക്കൽ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു നാളിൽ അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നോക്കുന്നത് ഇന്ന് ഈ ആരാധനാലയത്തിലായിരിക്കുമ്പോൾ നിന്റെ ഇപ്പോഴത്തെ ആത്മീയ സ്ഥിതി എന്താണ്? 2002 നീ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ, സ്നാനപ്പെട്ടതാണെങ്കിൽ, അഭിഷേകം പ്രാപിച്ചതാണെങ്കിൽ, അന്നുണ്ടായിരുന്ന തീഷ്ണത, അന്നുണ്ടായിരുന്ന ആദ്യ വിശ്വാസം, ആദ്യ സ്നേഹം ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇപ്പൊ നിനക്കുണ്ടോ? ഹല്ലേലൂയ. നിന്റെ വ്യക്തിപരമായ പ്രാർത്ഥനകളുടെ അറയിൽ കടകടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ എണ്ണം കൂടിയോ കുറഞ്ഞോ? നമ്മളിലേക്ക് തന്നെ ചിന്തിച്ചു നോക്കി. ഹല്ലേലൂയ. അന്യഭാഷയിൽ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സഭയിൽ വരുമ്പോൾ മാത്രമല്ല, ഭവനത്തിൽ കടകടച്ചിരുന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന സ്വഭാവം, ആരാധിക്കുന്ന സ്വഭാവം രക്ഷിക്കപ്പെട്ട നാടുകളിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴുണ്ടോ? ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? പ്രാർത്ഥിക്കുന്ന, വ്യക്തിപരമായ അറയിൽ കതറടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ആദ്യ നാടുകളിൽ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ അതുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ പഠിക്കാനുള്ള വലിയ ആഗ്രഹവും കൊതിയും അകത്തളങ്ങളിൽ ഉണ്ടായിരുന്നു. ഒരു അഭിനിവേശം ഉണ്ടായിരുന്നു ദൈവത്തോട്. ഇപ്പൊ നമ്മുടെ സ്ഥിതി എന്താ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആരാധനകളിലും പ്രാർത്ഥനകളിലും അഭിഷേകത്തിലും ആരാധിക്കാനുള്ള ആഗ്രഹവും കൊതിയും രക്ഷിക്കപ്പെട്ട സമയത്തുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഇതാണ് ഈ വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. നമ്മൾ ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പെന്തക്കോസ്തുകാരെ പോലെ ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ട വേറൊരു ജാതി കാണത്തില്ല. പക്ഷെ ഭൗതികമായ അനുഗ്രഹമാണോ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ മാനദണ്ഡം? കർത്താവ് നമ്മെ സാമ്പത്തികമായി ഉയർത്തിക്കാണും. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഈ നാൾ വരെയുള്ള നമ്മുടെ ഭൗതിക വിഷയം ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിശ്ചയമായി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ മേഖലകളിലും. പക്ഷെ അതാണോ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? നമ്മുടെ ആത്മീയ നിലവാരത്തിന് ഒരു വർധനം ഉണ്ടായിട്ടുണ്ടോ? അന്യഭാഷകളുടെ ഒഴുക്കുകൾക്ക് ഒരു വർധനം ഉണ്ടായിട്ടുണ്ടോ? ഭാഷ വ്യാഖ്യാനത്തിലേക്ക് നാം തിരിഞ്ഞിട്ടുണ്ടോ? ഭാഷകളുടെ പുതുഭാഷകൾ നമുക്ക് ലഭിക്കാറുണ്ടോ? ഹല്ലേലൂയ. രോഗസൗഖ്യം നമുക്ക് ലഭിക്കാറുണ്ടോ?
ഹല്ലേലൂയ. ദൈവവചന പഠനത്തിന്റെ ആഴം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. പ്രാർത്ഥനാ ജീവിതവും പ്രാർത്ഥനാ സമയവും കൂട്ടിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രവചിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവവചനം ശുശ്രൂഷിപ്പാനും ആത്മാവിൽ നിറയുവാനും കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി മടങ്ങി വന്നേ മതിയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്ഥിരതയുള്ളവരായി മാറുക, വിശ്വാസമുള്ളവരായി മാറുക, നീതി പ്രവർത്തിക്കുന്നവരായി മാറുക. അങ്ങനെ അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാണ്. എന്നാണ് നമ്മുടെ അവസാനം നമുക്ക് അറിയത്തില്ല. ഇന്ന് രാത്രിയാണോ, നാളെയാണോ, അതോ എന്നാ കർത്താവ് വരും നമുക്ക് അറിയത്തില്ല. പക്ഷെ ആ അവസാനത്തോളം നാം മുറുകെ പിടിച്ചുകൊണ്ടാൽ മാത്രമേ അവന്റെ മുമ്പിൽ നിൽക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. എനിക്കറിയാം ഈ വചനം ഉണർവ് തരുന്നൊരു വചനമല്ല. പക്ഷെ ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക്. രക്ഷിക്കപ്പെട്ട നാളുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക്. സ്നാനപ്പെട്ട നാളുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക്. ഹല്ലേലൂയ. ആ ആർത്തിയിലേക്ക്, ആ ആഗ്രഹത്തിലേക്ക്, ആത്മാവിന്റെ ആ ദാഹത്തിലേക്ക് ദൈവസഭ മടങ്ങി വരുവാൻ, കുടുംബമായി മടങ്ങി വരുവാൻ, നമ്മുടെ തലമുറകളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുവാൻ ദൈവജനത്തിലേക്ക് സമർപ്പിച്ചാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കാണാനാണോ, ഇന്റർനെറ്റ് നോക്കാനാണോ, TV കാണാനാണോ, അതോ ദൈവജനം പഠിക്കാനും പരിശുദ്ധാത്മാവിൽ നിറയാനാണ് ആഗ്രഹം? ചിന്തിച്ചാട്ടെ. നമ്മുടെ തലമുറകളെ കുറിച്ച് ചിന്തിച്ചാട്ടെ. അവർക്ക് ഏതിനാണ് കൂടുതൽ ആഗ്രഹം? ഹല്ലേലൂയ. മൊബൈൽ കാണാനാണോ ആഗ്രഹം? TV കാണാനാണോ ആഗ്രഹം? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കളികളിൽ ഏർപ്പെടാനാണോ ആഗ്രഹം? അതോ പ്രാർത്ഥിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കഥ അടച്ചിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ നിറയുവാൻ, അന്യഭാഷ നിറയുവാൻ, ഹല്ലേലൂയ,